നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സ്വർണ്ണത്തിന്റെ വില 50 രൂപ ഏറിയിരിക്കുന്നു. 24 കാരറ്റ് സ്വർണ്ണത്തിന്റെ വില 54 രൂപയാണ് ഏറിയിട്ടുള്ളത്. ഇപ്പോൾ 15,567 ആണ് 24 കാരറ്റ് ഗോൾഡിന്റെ പ്രൈസ്. 22 കാരറ്റ് വന്നിട്ട് 14,270 ആണ്. ലീര വില വന്നിട്ട് 2,37,000 രൂപയാണ് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ. പാട്ട നിങ്ങൾ നോക്കിക്കോ, 95.56 ആണ്. എന്ത് ചെയ്താലും രൂപ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 90.4 വരയ്ക്കും ചെന്നായിരുന്നു. അതായത് ഇന്ന് മാർക്കറ്റ് വന്നിട്ട് 90.4 വരയ്ക്കും ചെന്നായിരുന്നു കക്ഷ എണ്ണ. മാർക്കറ്റ് ആൽമോസ്റ്റ് 78 പോയിന്റ് ആണ്. ബാങ്ക് നിഫ്റ്റി രാവിലെ നെഗറ്റീവ് ആയിട്ടാണ് ഇരുന്നത്. അതിനെ ഇപ്പോൾ ജസ്റ്റ് പോസിറ്റീവ് ആക്കിയിരിക്കുന്നു. ഓവറോൾ ആയിട്ട് മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് എല്ലാം സെയിം തന്നെ ഇരിക്കുന്നു. IT മാത്രമാണ് 1% വിളുങ്ങിട്ടുള്ളത്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഇന്ന് മുത്തൂട്ട് ഫിനാൻസ് 1.8% ആണ് പ്രോഫിറ്റ്. കല്യാൺ ജ്വല്ലേഴ്സ് 1.5% പോസിറ്റീവാണ്. ഇൻഫി 3% കാലി. അതുപോലെ തന്നെ TCS 2% കാലി. നാറ്റ്കോ മുമ്പേ തന്നെ 6-7% വിളിനായിരുന്നു, ഒരു 1.1 കാലി. ഇറാൻ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു അമേരിക്കൻ സോൾജറെ മീറ്റ് ചെയ്താലും അവരെ നിങ്ങൾ ജീവനോടെ പിടിച്ചാൽ കൂടെ $30,000 ക്യാഷ് എന്നാണ് റിവാർഡ് പറഞ്ഞിട്ടുള്ളത്. എവിടെയെങ്കിലും ഒരു അമേരിക്കൻ സോൾജർ നടമാടുവാണെങ്കിൽ ഒക്കെ അവരെ കാണുമ്പോൾ ഈ $30,000 ആണ് ഓർമ്മയിൽ വരുന്നത്. $30,000 കൺഫേംഡ് ആണ്. ബട്ട് ഇറാനിൽ ആരുമില്ല. ഇത് എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുന്നത് എന്നാൽ ഈ നാടുകളിൽ, അതായത് അറാബിൽ ഇരിക്കുന്നവർകളിൽ പിടിച്ചു കൊടുക്കുവാണെങ്കിൽ അവർക്ക് ആ ബൗണ്ടറി കിട്ടും. കില്ലിംഗ് ഓർ ക്യാപ്ചറിങ് എന്നാണ് പറയുന്നത്. ജീവനോടെ പിടിക്കുവാണെങ്കിൽ കൂടെ ഈ കാശ് കിട്ടും എന്നാണ് പറയുന്നത്. അതായത് $30,000 ആണ്. ഇതുവരയ്ക്കും 16 ആൾക്കാരാണ് ഉക്രൈൻ റഷ്യ വാറിൽ മരിച്ചത്. ഇതിൽ ഓരോരുത്തരകപ്പെട്ട് അടിവെക്കുന്നു. അതിൻ്റെ റിസൾട്ട് ഇന്നും വന്നില്ല. ഇത് വന്നിട്ട് ഈ സൺഫ്ലവർ ഓയിൽ, അതർ എഡിബിൾ ഓയിൽ ഇതുപോലത്തെ മാർക്കറ്റിലൊക്കെ വളരെ അടിയാണ്. ഇറാൻ ചെയ്യുന്ന പ്രശ്നങ്ങളും കച്ച എണ്ണയിനെ അഫക്റ്റ് ചെയ്യുന്നു. $100 മുകളിൽ ചെന്നിരിക്കുന്നു. ഒരാളെ നോക്കിയെങ്കിൽ ഇതിൽ വന്നിട്ട് റിസ്ക് കുറച്ച് കൂടുതലായിട്ടാണ് ആയിരിക്കുന്നത്. രണ്ടാമത് ന്യൂസ് RBI 60-70 ബില്യൺ വാങ്ങാൻ പോകുമെന്നാണ് പറയുന്നത്. 60-70 ബില്യൺ RBI കറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഹെഡ്ജിങ് കോസ്റ്റ് എന്ന പേരിൽ തന്നെ $12 ബില്യൺ കൊടുക്കണം. 70-ൽ 12 പോവുകയാണെങ്കിൽ അതിൽ വരുന്നത് 58 തന്നെ. ഈ ടാക്സ് പെയർ ചെയ്ത് $12 ബില്യൺ കൊടുത്ത് തന്നെ ആവണം. സ്ട്രീറ്റ് ആദ്യത്തെ പ്രാവശ്യം നഷ്ടം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഇന്ത്യ ഓപ്പറേഷനിൽ നഷ്ടമെന്ന് വിചാരിക്കേണ്ട. ഇവരെടുക്കേണ്ട ലാഭം അവരെടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇവിടെ എങ്ങനെയോ ഈ AI സ്റ്റോക്കിലൊക്കെ മങ്ങാത്ത കളിച്ച് AI ഫണ്ട് $15 ബില്യൺ മുകളിൽ ലോസ് ആയിരിക്കുന്നു. ഇത് കാരണം ഇവിടെ ഓവറാൾ ലോസാണ്. ഇന്ത്യ ചെയ്തതിനൊക്കെ ചേർത്ത് വെച്ചാണ് ലോസ് ആയിട്ടുള്ളത്. നാറ്റ്കോ ഫാർമ ഞങ്ങൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ ഒരു കമ്പനിയാണ്. പ്രോഫിറ്റ് വന്നിട്ട് 206 കോടിയാണ് വന്നിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് വന്നിട്ട് 750 കോടി തന്നെ പ്രോഫിറ്റ് ഇരിക്കുമെന്ന് പറഞ്ഞായിരുന്നു. 206 കോടി രൂപയാണ് പ്രോഫിറ്റ്. ഇത് എന്തെന്ന് വെച്ചാൽ ലണ്ടൻ ഡൊമൈൻ എന്ന ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടർ ഇരിക്കുന്നു. ആ പ്രോഡക്റ്റിന് ഇപ്പോൾ ആര് വേണമെങ്കിൽ ചെയ്യാമെന്ന ഒരു നിലയ്ക്ക് എത്തിയിരിക്കുന്നു. മാർജിൻ എറോഡ് ആയിരിക്കുന്നു. ഇത് കാരണമാണ് ഇവർ കഷ്ടപ്പെടുന്നു. ഡൗൺ ഇൻകമിൽ 48% വരയ്ക്ക് സ്റ്റേക്ക് കയറ്റിയിരിക്കുന്നു. പുതിയതായിട്ട് 2,000 കോടി ഫണ്ട് വന്ന് റൈസ് ചെയ്യുന്നു. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയായിരിക്കാം. ഈ ബാങ്കിൻ്റെ അടുത്ത് 1,500 കോടി ക്യാഷ് ഇരിക്കുന്നു. ഇപ്പോൾ ഒരു വാർച്ചസ് റെഡി ചെയ്യുന്നു 3,500 കോടിക്ക്. കമ്പനിയുടെ സ്റ്റോക്ക് വിളിഞ്ഞിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ പ്രോഫിറ്റ് വിളുന്ന കാരണം കമ്പനീനെ ഷെയർ ഹോൾഡർ കാരണം ഏറ്റുകൊള്ളാൻ പറ്റുന്നില്ല. 2 ദിവസം കൊണ്ട് അവർക്ക് 10% അടുത്താണ് കറപ്ഷൻ. അടുത്ത വർഷം ഫുള്ളായിട്ട് അവർക്ക് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പോൾ അത് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയം 1-2 എന്നെടുത്ത് നിങ്ങൾക്ക് പോക്കറ്റിലിടാം. ഫ്യൂച്ചറും നല്ല റിസൾട്ടിന് ഇത് തരും. ബ്ലൂ മുത്തൂറ്റ് ഫിൻകോർപ്പ് എന്ന കമ്പനി, അതിന് നെറ്റ് പ്രോഫിറ്റ് 4 മടങ്ങ് കയറി 75 കോടി രൂപ വരയ്ക്കും കഴിഞ്ഞു പോകുന്നു. കമ്പനി ഇങ്ങനെ നല്ല റിസൾട്ട് കാണിക്കുന്നത് പോലെ ഈ IPO വരാൻ പോകുന്നു. IPO വന്നാൽ തന്നെ എത്രയും % അക്കൗണ്ടിൽ വന്നിരിക്കുന്നെന്ന് വായിക്കുവാണെങ്കിൽ അറിയാൻ പറ്റും. ഇപ്പോൾ കഷ്ടത്തിന് മധ്യയിലാണ് ഈ IPO വരാൻ പോകുന്നത്. അൾട്ടാസിൻ്റെ പ്രോഫിറ്റ് 51% കൂടിയിരിക്കുന്നു. 112.8 കോടി രൂപയാണ് ഈ ക്വാർട്ടറിൽ പ്രോഫിറ്റ്. എന്നാൽ ബെസ്റ്റ് ഇയർ ആയിട്ടിരിക്കും. ഒരുപാട് വിറ്റിരിക്കുന്നു. പിന്നെ അശോക് ലേലാൻഡിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 1% കയറി 667 ആയിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ക്രോസ് കട്ടിങ് ചെയ്യാൻ പോകുന്നു. ഇതും കമോഡിറ്റി പ്രഷേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ്. 1000 കോടി വരയ്ക്കുമാണ് കാശ് കട്ട് ചെയ്യാൻ പോണതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പുതിയതായിട്ട് കമ്പനിക്ക് പ്രോഫിറ്റ്സിനെ ഗ്രോ ചെയ്യാൻ പോകുന്നു. LRൻ്റെ സെയിൽസ് Q1-ൽ വളരെ ലോ ആയിട്ടാണ് ഇരിക്കുന്നു. വളരെ ലോ ആണ്. ഇതിലൊരു പുതിയ റേഞ്ചിന് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നു.
ജാഗ്വാർ ടൈപ്പ് 01 എന്നാണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. 2 മാർക്കറ്റിനെ പ്രഷർ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ടാറ്റ ട്രസ്റ്റ് വന്നിട്ട് പല നെയിംസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരെന്ന് അവർ അനൗൺസ് ചെയ്യും. ഐലീഷ് ചന്ദ്ര ഓഫ് ടാറ്റ മോട്ടോഴ്സും സ്റ്റീലിൻ്റെ നരേന്ദ്രനും ലിസ്റ്റിലിരിക്കുന്നു. രണ്ടാൾക്കാരും ഒരുപാട് ദിവസങ്ങൾ ടാറ്റയിൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ചാൻസ് കിട്ടിയിരിക്കുന്നതായിട്ടാണ് സഞ്ജീവ് ഗോയങ്ക എന്ന ഒരാൾ എഴുതിയിരിക്കുന്നു. വിൽ ടാറ്റ ആൻഡ് മായ ടാറ്റ രണ്ടുപേരിനും ഇമ്പോർട്ടൻറ്റ് റോൾസ് കിട്ടാൻ ചാൻസ് ഇരിക്കുന്നു എന്ന് പറയുന്നു. ആ മോട്ടോഴ്സ് എന്ത് പറയുന്നു എന്നാൽ ചന്ദ്ര പോകുന്നത് വന്നിട്ട് നിങ്ങളെ ഇൻറ്റേർണൽ പ്ലാൻസിനെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെ അഫക്റ്റ് ചെയ്യില്ല എന്നാണ് തെളിവായിട്ട് പറയുന്നു. എന്ത് വിചാരിക്കുന്നു എന്നാൽ ഇസൂസ് കമ്പനി വാങ്ങാമെന്ന് നോക്കുന്നു. പവർ ഫ്ലോ കിട്ടി. ആ കമ്പനി മെഡ്രാസ് ഇരിക്കുന്ന കാരണം പെട്ടെന്ന് ഒന്ന് കിട്ടുമെന്ന് വിചാരിച്ച് ആർക്കൻറ്റിൽ 12% ഷെയർ വാങ്ങുന്നതായിട്ട് പറയുന്നു. പോലെ 12% റീച്ച് ആവുകയാണെങ്കിൽ FI31 ഇവർ വന്നിട്ട് അശോക് ലേലാൻഡിനെ പിടിക്കുന്നത് പോലെ വരും. ടാറ്റ നമ്പർ 1, അശോക് ലേലാൻഡ് നമ്പർ 2, നമ്പർ 3 പൊസിഷനിൽ വളരെ ക്ലിയർ ആയിട്ട് വരും. ഐഡസും സൺഫാർമയും ഫാർമ ഗ്രോത്തിൽ ഈ വർഷം വളരെ നന്നായിട്ട് ഏറിയിരിക്കുന്നു. സൺഫാർമ വന്നിട്ട് സെമി ഗ്ലൂട്ടൈഡിന്റെ ഷെയർ കാരണമാണ് ഏറിയിരിക്കുന്നത്. വിലയിൽ 12% ഏറിയിരിക്കുന്നു. FC ഫസ്റ്റ് ബാങ്കിന് ആദ്യത്തെ പ്രാവശ്യം ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ഗെയിൻ ട്രേഡ് ബോണ്ട് റേറ്റിംഗ് കിട്ടിയിരിക്കുന്നു. ഇവരെ ബോണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ട്രേഡായിട്ട് നോക്കാമെന്ന് കെയിൽ S&P 500 പറഞ്ഞിരിക്കുന്നു. അതിന്റെ ശേഷം RBI വന്ന് ഡസൻ ബാങ്കും 3 NDFC ബാങ്കും അതിൻ്റെ മേലെ 3 റെഗുലേറ്ററി ലാബ്സിന് വേണ്ടി അവർ സൈൻ ഇട്ടിരിക്കും. അടുത്തത് ഇൻഫോസിസ് വന്നിട്ട് ബിൽഡിംഗ് AI ടാലൻറ്റ്, അതും ഇൻറ്റേർണലി അവരുടെ കമ്പനിയുടെ അകത്ത് AI ടാലൻറ്റിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. കാരണം എക്സ്റ്റേണലി ആളിടുവാണെങ്കിൽ അതിന് ഒരുപാട് കാശിൻ്റെ ആവശ്യപ്പെടും. ടൈംസ് വന്നിട്ട് റോൾസ് റോയ്സിൻ്റെ ഒപ്പം ചേർന്ന് പാർട്ണർഷിപ്പ് ഡീലിട്ട് ഇതിൽ വന്നിട്ട് ഫൈറ്റർ ജെറ്റ് എഞ്ചിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിമ്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം.